നമസ്കാരം. ബാബുവിന് ചേച്ചി അഖിലേക്ക് കല്യാണമാണ്. താങ്കൾ 2 ലക്ഷം രൂപ കടം കൊടുത്താ ജോലി ചെയ്ത് അടച്ചേക്കാം. ആരാ നീ? നീ ആരാണെന്നാ ചോദിച്ചേ? ഐസ് വിൽക്കുന്നവനാ. ചെരുപ്പാണെങ്കിൽ പടിക്ക് പുറത്തും പരുപ്പാണെങ്കിൽ അടുക്കളയിലിരിക്കണം. ആവില്ല, നീ മാത്രം അകത്ത് വാ. പോ മോളെ. ഇരിക്കും മോളെ. താങ്ക് യു സർ. വീട്ടില് ഇത്രയും വലിയൊരു ഓഫീസ് പ്രതീക്ഷിച്ചിട്ടില്ലല്ലേ? നീ ആദ്യമായിട്ട് വരല്ലേ? അത് പിന്നെ നിനക്ക് പണം വേണമെങ്കിൽ എന്റെ അടുത്ത് നേരിട്ട് വന്ന് ചോദിച്ചിരിക്കാമല്ലോ. എന്തിനാ ഇതുപോലത്തെ ആൾക്കാരൊക്കെ വിളിച്ചോണ്ട് പറഞ്ഞേ? നിനക്ക് ഞാൻ തരില്ലേ? എന്നാ മോളെ. ഒരുപാട് നന്ദി മുതലാളി. എന്റെ വീട്ടിലത്തെ പെണ്ണല്ലേ നീ? നിനക്കൊരു കല്യാണമാണെങ്കിൽ എനിക്ക് സന്തോഷമല്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ, നാളെ ജോലിക്ക് വരാം. നാണം കണ്ടില്ലേ? കല്യാണം എന്ന് പറഞ്ഞ ഈ പെണ്ണുങ്ങൾക്ക് എവിടം തന്നെ നാണം വരുന്നറിയില്ല. നല്ല കാര്യം, വീട്ടിൽ എന്റെ ഭാര്യയില്ല. ഉണ്ടായിരുന്നെങ്കിലേ ഇത്രയും കാശ് കൊടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ശരി, ശരി, അപ്പൊ ഞാൻ നീ ഇറങ്ങട്ടെ. പുറപ്പെടും മോളെ. സർ, ഈ പണം ഞാൻ രാവും പകലും നോക്കാതെ അധ്വാനിച്ച് 1 വർഷത്തിനുള്ളിൽ വീട്ടിൽ കൊള്ളാം. 1 വർഷം എന്തിനാ മോളെ കിടന്ന് കഷ്ടപ്പെടുന്നേ? നീ വിചാരിച്ചാലേ ഒരൊറ്റ രാത്രി മതിയാവും. ഞാനിപ്പോ എന്തു പറഞ്ഞാ ഇവള് ഇത്രയും ദേഷ്യപ്പെട്ടു പോന്നേ? പണം ചോദിച്ചിട്ട് തെല്ലെന്ന് പറഞ്ഞപ്പോ ചേച്ചി എന്തിനാ അല്ല ദേഷ്യപ്പെടുന്നത്? പിന്നെ ബാബു, അയാൾ നിന്റെ ചേച്ചിയെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞു. അല്ല ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി ചെയ്താലെന്താ? പാണ്ഡ്യ, ആള് വളർന്നാ പോരാ, അറിവും വളരണം. ഞാനും അതന്നെയല്ലേ ചോദിക്കുന്നേ. ആ നൂൽ കമ്പനിയിൽ ഡേ നൈറ്റ് ഷിഫ്റ്റ് മാറി മാറിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ. പണം തരാണെങ്കിൽ ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്തൂടെ? ബാബു, നിന്റെ ചേച്ചിയുടെ കല്യാണം മനോഹരമായിട്ട് നടക്കും. പണം ഞങ്ങൾ ഏർപ്പാട് ചെയ്തോളാം. നീ വീട്ടിൽ പോ. എങ്ങനെയാ ഏട്ടാ? കക്കാൻ പോവാ. ആ? വെറുതെ പറഞ്ഞാടാ. ഞങ്ങൾ നോക്കിക്കോളാന്ന്. നീ പുറപ്പെട്ടു ചെല്ലേ. തിരുവള്ളൂർ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യ അതേപോലെ കേൾക്കും അത്രേ. അതുപോലെ നമ്മുടെ കൃഷ്ണമൂർത്തി ചേട്ടൻ പറഞ്ഞാ നമ്മളത് അനുസരിക്കണം. നീ പോ ബാബു. നീ പോടാ. ഉം. ചേട്ടാ, ഇങ്ങനെ രാത്രി ഉറക്കൊഴിഞ്ഞാൽ രാവിലെ ഐസ് വെക്കാൻ പോണ്ടേ? ഡേ, ചുമ്മാ കണ്ടതെല്ലാം പറഞ്ഞോണ്ടിരിക്കലടാ. ചേട്ടാ, എന്തിനാ കൈത്തട്ടിയിട്ട് മുത്തശ്ശനെ എണിപ്പിക്കുന്നത്? ഡ്രോയൊക്കെ തുറന്നു കിടക്കാണ്. പണം ഉണ്ടാവോ? ഇതില് നോക്ക് ചേട്ടാ. ആപ്പിൾ. എവിടെ 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 എവിടെ? ചേട്ടാ, ആപ്പിൾ കമ്പ്യൂട്ടർ. ഇതാണ് ആപ്പിൾ കമ്പ്യൂട്ടർ. ഇവിടെ ഒന്നുമില്ലടാ. നമുക്ക് വേറെ മുറിയിൽ നോക്കാം. ഒന്നുമില്ലടാ. വീണ്ടും ശ്രമിച്ചു നോക്കട്ടാ. തുറക്കാൻ പറ്റില്ലേ? അവന്റെ ഭാര്യ കണ്ട് നമുക്ക് അസൂയയില്ല. അവന്റെ തലമുടി കാണുമ്പോഴേ അസൂയ തോന്നുന്നേ.
എന്താണ് എന്നെക്കാളും വലിയ കഷണ്ടിയാണല്ലോ. ചേട്ടാ വിഗ് വെച്ചാ നിങ്ങൾ ഇതേപോലെ ഗ്ലാമർ ആവൂട്ടാ. നമുക്ക് എടുത്താലോ? ഉണ്ടാവടാ. ശോ, മിണ്ടാതെ വേഗം വാടാ. ഒന്നും കിട്ടിയില്ല. നോക്കി പതുക്കെ വാ. പതുക്കെ. സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് പോയിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്റെ ടോപ്പാമുടി എടുത്തോണ്ട് പോയി കളഞ്ഞല്ലോ. ആരായിരിക്കും ഈ പണി ചെയ്തത്? പെറ്റ തള്ളയായ ഞാൻ അറിയാണ്ട് ഇത്ര വലിയൊരു കഷണ്ടിയോ? ആ, എല്ലാരും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ നമ്പ്യാരോടല്ലേ പ്രാർത്ഥിക്കുന്നത്? ഏട്ടാ, ഞാനിനി ഒരു നിമിഷം പോലും ഇയാളുടെ കൂടെ ജീവിക്കില്ല. എന്റെ മകളെയും കൂട്ടിക്കൊണ്ട് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വരിക. നിക്ക് മോളെ, ധൃതി കൂട്ടില്ലടി. എല്ലാം കൊടം കമത്തിയമാരി സംസാരിക്കില്ലടി മോളെ. ഏട്ടൻ എന്തായി പറയുന്നേ? ഈ മനുഷ്യൻ എന്നെ കല്യാണം കഴിച്ചിട്ട് 20 വർഷമായി. ഇയാൾക്ക് കഷണ്ടിയാണെന്ന കാര്യം എന്നോട് മറച്ചിരിക്കല്ലേ? അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാനാവോ? അത് തന്നെയാ മോളെ ഞാനും ചോദിക്കുന്നേ. 20 വർഷമായി എന്റെ മോളുടെ കൂടെ ജീവിക്കല്ലേ നീ? അവന്റെ കഷണ്ടിയെ കുറിച്ച് പോലും നിനക്കറിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതാ നീ ജീവിച്ച ഇത്രയും നാൾ? എന്റെ മോൻ എന്ത് സന്തോഷാ നീ കൊടുത്തേ? കഴുത്തറക്കും ഞാൻ തള്ളേ. ആ, ആ. ഇപ്പൊ ചേച്ചി ഒരു തീരുമാനം പറയ്. ഈ മനുഷ്യന്റെ കൂടെ ഞാൻ ഒരു നിമിഷം ജീവിക്കില്ല. എന്താ എളിയാ പെങ്ങള് ചോദിക്കുന്നത് കേട്ടില്ലേ? എന്തെങ്കിലും ഒരു മറുപടി കൊടുക്ക്. ചെറിയതായിട്ടൊരു കാര്യം ഞാൻ മറച്ചു. ഈ കഷണ്ടി തലയൊക്കെ കണ്ടിട്ട് ഒരു ഭർത്താവിന് ഭാര്യ പിരിഞ്ഞു പോകണമെങ്കിൽ ഈ നാട്ടിൽ മുഖ്യറ ആണുങ്ങൾ ഭാര്യയില്ലാതെ ജീവിക്കണം. ശരി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. എല്ലാരും എന്നോട് ക്ഷമിക്ക്. മോളെ, അളിയൻ വന്ന് ഇത്ര താഴ്ന്നു വന്ന് മാപ്പ് ചോദിക്കുന്നില്ലേ? മാപ്പ് കൊടുത്ത് അംഗീകരിക്കും മോളെ. ഇങ്ങനെ മാപ്പ് പറഞ്ഞാലൊന്നും മതിയാവില്ല. ഇനിയിപ്പോ തലകുത്തി മറിയാൻ പറയോ? ശരി, വേറെ എന്താ ചെയ്യ ചേട്ടത്തി? ഇനി ഒരിക്കലും ഇയാള് വിഗ് വെക്കാൻ പാടില്ല. ഇങ്ങനെ തന്നെ ഉണ്ടാവണം. അയ്യോ, ഈ ശിക്ഷ ഭയങ്കര കഷ്ടമാണല്ലോ. ഇതാണ് നിങ്ങളുടെ പണിഷ്മെന്റ്. ഇതിന് ഓക്കെ ആണെങ്കിൽ ഞാനും എന്റെ മകൾ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ പോവും. വാടി. എക്സ്ക്യൂസ് മീ സാർ. മിസ്റ്റർ രത്നസ്വാമി. യെസ് സാർ വിഗ് ഓർഡർ ചെയ്തില്ലേ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാൾ എപ്പോഴാ വിഗ് ഓർഡർ ചെയ്തിട്ടുണ്ടാവുക? സോറി സാറേ, വിഗ് ക്യാൻസൽ. ഗോപി, നീയാണ് ഇതിന് പറ്റിയ ആള്. എന്തിനാ നീ പേടിക്കുന്നേ? പേടിക്കുന്നതിന് പായസം വിഷമായിട്ട് തോന്നും. ഇന്നാ ഇതിൽ മൂന്നാമത്തെ തെളിവ് നോക്ക്. കട്ടിലൊരു കുട്ടിയെ കണ്ടോ? അതെ, അടുത്തൊരു മുത്തശ്ശനും കടന്നുറങ്ങുന്നുണ്ട്. ചേട്ടാ, ആ വയസ്സിനെ കിഡ്നാപ്പ് ചെയ്യാം. വയസ്സിന് ആവശ്യമില്ല. കുട്ടീനെ തട്ടിക്കൊണ്ടു പോണത് തെറ്റല്ലേ? നമ്മൾ തെറ്റായ കാര്യത്തിനാണോ കടത്തുന്നത്? നമ്മൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാട്ടാ. ചെയ്യുന്ന ജോലിയിൽ പേടിയുണ്ടെങ്കിൽ അത് ശരിയായി വരില്ല. അതുകൊണ്ട് കുട്ടിയെ നമ്മൾ പൊക്കുന്നു, ആ കുട്ടിയുടെ അച്ഛനും അമ്മേനും വിളിക്കുന്നു, നമുക്ക് ആവശ്യമുള്ള പണം ചോദിക്കുന്നു, കാശ് വാങ്ങിച്ചിട്ട് കുട്ടിയെ കൊടുക്കുന്നു. നിങ്ങൾ എത്ര ഈസി ആയിട്ടാ പറഞ്ഞേ. ഈസി ആയിട്ട് പറഞ്ഞ പോലെ ഈസി ആയിട്ട് ചെയ്യാമടാ. വാട, ഓപ്പറേഷൻ തുടങ്ങാം. ചേട്ടാ, ഞാൻ വിളിക്കുമ്പോ തന്നെ കുട്ടി എന്റെ അടുത്തേക്ക് വരുമോ ചേട്ടാ? വിളിച്ച ഉടനെ വരാൻ കുട്ടി നിന്റെ കുട്ടിയാ? നീ ആ കുട്ടിയെ കൊഞ്ചി വിളിക്കണം. ആ മുത്തശ്ശൻ കണ്ടെങ്കിലോ? മദ്രാസിലേക്ക് പോകാനുള്ള വഴി ചോദിക്കേ. ആ വയസ്സിന് മെഡ്രാസിലേക്ക് പോകാനുള്ള വഴി അറിയോ ഏട്ടാ? പാണ്ഡ്യ, നീ മിണ്ടാതിരിക്കേ. ചേട്ടാ, ഈ കുട്ടി എങ്ങാനും പെട്ടെന്ന് കറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? ഉടനെ പകരത്തിനായി നീയും കരഞ്ഞോന്ന്. മുത്തശ്ശി വൈദ്യമാണോ? അല്ല, ഭാഗ്യരാജ് വൈദ്യം. കോപ്പി, തർക്കുത്തരം പറയാതെ വേഗം ചെല്ലടാ. എന്തിനാടാ വെറുതെ നിന്റെ കൂട്ടുകാരനെ കുഴപ്പത്തിലാക്കുന്നേ? ഗോപി, കൈ കൊടുക്കുന്നതും കൈ വിടുന്നതും നല്ല സുഹൃത്തുക്കളെ ചെയ്യുള്ളൂ. ഓ, ഓൾ ദ ബെസ്റ്റ്. ഭദ്രമായിട്ട് പോയിട്ട് വാ.
ഈ വെയിലത്ത് നമുക്ക് തന്നെ കണ്ണു തുറന്ന് നോക്കാൻ പറ്റുന്നില്ല. ഈ കിഴവനാണെങ്കിൽ എ സിയിൽ ഉറങ്ങണ പോലെയാണല്ലോ നട്ടുച്ചയ്ക്ക് കിടന്നുറങ്ങുന്നത്. സക്സസ്. ഓട് ഓട് വേഗം